പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3-ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ 10-ാമത്തെ പാഠം അദ്ദർസുൽ ആഷിർ അൽ ഇദ്ഗാമു ബിഗുന്ന 1. യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار بأكواب وأباريق وكأس من معين والله من ورائهم محيط وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلمه وما للظالمين من أنصار قالوا يا موسى إما أن تلقي وإما أن نكون نحن الملقين إن الله له ملك السماوات والأرض يحيي ويميت وما لكم من دون الله من ولي ولا نصير لو يعلم الذين كفروا حين لا يكفون عن وجوههم النار ولا عن ظهورهم ولا هم ينصرون فمن خاف من موص جنفا أو إثما فأصلح بينهم فلا إثم عليه إن الله غفور رحيم كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. മുകളിൽ കൊടുത്ത ആയത്തുകളിൽ സാക്കിനായ നൂനിൻ്റെ ശേഷം യാ, വാവ്, മീമ്, നൂന് എന്നീ അർഫുകളിൽ ഒന്നാണല്ലോ കാണുന്നത്. ഈ 4 അർഫുകളിൽ ഒന്ന് സാക്കിനായ നൂനിൻ്റെ ശേഷം വന്നാൽ സാക്കിനായ നൂനിനെ ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. ഇതിനാണ് ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയുന്നത്. ഒരക്ഷരത്തെ അതിനുശേഷമുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ്ദുള്ള ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിന് ഇദ്ഗാം എന്ന് പറയുന്നു. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ആഷിർ അൽ ഇദ്ഗാം ബിഗുന്ന 1. മുൻഷിദ് പാട്ട് പാടാം. ഇദ്ഗാമാണ് മഅൽ ഗുന്ന, ഇതിനുള്ളത് യൂമിനു എന്ന നൂനിൻ തൻവീൻ പിറകെ ഇവ വന്നാലുണ്ട് ഇദ്ഗാം ഗുന്ന. നക്തശുബുൽ ഇജാബാത്ത്, ഉത്തരം വ്യക്തമാക്കുക. 1. ഇദ്ഗാമും ബിഗുന്ന എന്നാൽ എന്ത്? യാ, വാവ്, മീമ്, നൂന് എന്നീ അർഫുകളിൽ ഒന്ന് സാക്കിനായ നൂനിൻ്റെ ശേഷം വന്നാൽ സാക്കിനായ നൂനിനെ ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. ഇതിന് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയുന്നു. 2. ഇദ്ഗാം ബിഗുന്നയുടെ അർഫുകൾ ഏവ? യാ, വാവ്, മീമ്, നൂന്. നുമയ്യിസുൽ ഇദ്ഹാറ വൽ ഇദ്ഗാം ബിഗുന്ന, ഇദ്ഹാറും ഇദ്ഗാം ബിഗുന്നയും വ്യക്തമാക്കുക. വഇൻ യറൗ ഇദ്ഗാം ബിഗുന്ന, മിൻ വലിയ്യിൻ ഇദ്ഗാം ബിഗുന്ന, അൻഅംത ഇദ്ഹാർ, ഇൻ നഹ്നു ഇദ്ഗാം ബിഗുന്ന, യൻഹാ ഇദ്ഹാർ, വൻഹർ ഇദ്ഹാർ, മിൻ മർഖദിന ഇദ്ഗാം ബിഗുന്ന, അമ്മവാളിഇഹി ഇദ്ഗാം ബിഗുന്ന. 4-ാമത്തെ വർക്ക് നക്തുബു മിസാലൻ ലിൽ ഇദ്ഗാമി ബിഗുന്ന ബി കുല്ലി മിനൽ ആതിയ, ശേഷം പറയുന്ന ഓരോ അക്ഷരങ്ങൾക്കും ഇദ്ഗാം ബിഗുന്നയുടെ ഉദാഹരണം എഴുതുക. നൂന് സാക്കിന, നൂന് മിൻ നഫഖത്തിൻ, മീമ് അം മുൻകരിൻ, വാവ് സിനത്തുൻ വലാനവും, യാ വമൻ യക്ഫുർ ബിഹി. ഇനി 5-ാമത്തെ വർക്ക് നസ്ലു ചേരുമ്പടി ചേർക്കുക. 1. ഇദ്ഹാർ നൂന് സാക്കിന നൂന് ഇദ്ഹാർ ചെയ്യാം. ബി മൻ ആമന. 2. ഇദ്ഹാർ തൻവീൻ സി അലീമുൻ ഹക്കീം. 3. ഇദ്ഗാമു നൂന് സാക്കിന നൂന് ഇദ്ഗാം ചെയ്യുക. എ വമൻ യഅമൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.